ഹലോ എവരിബഡി, ഞാൻ ദിവ്യ. സോ ഇന്ന് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോവാണ്. അതിനുവേണ്ടി നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. വണ്ടിയിൽ നിന്ന് പിക്കപ്പ് ഉണ്ട്, ഡ്രോപ്പ് ഉണ്ട്. സോ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടൊരു പാക്കേജാണ്. സോ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത് വിത്ത് ഫാമിലിയാണ്. സോ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മളെ ഡെസേർട്ട് സഫാരിക്ക് വേണ്ടി കൊണ്ടുപോകാൻ വന്ന വണ്ടി, ലാൻഡ് ക്രൂസറാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് പോകാൻ പോവാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്കകത്ത്. സോ നമ്മൾ ഈ പാക്കേജിൽ വണ്ടി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്ത് നമ്മളെ അങ്ങ് കൊണ്ടുപോകും. സോ നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ലാൻഡ് ക്രൂസർ ആയതുകൊണ്ട് വളരെ സ്പേഷ്യസ് ആണ്. നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് കംഫർട്ടബിളി ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇതൊരു ഷെയ്ഖിൻ്റെ പാലസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അങ്ങ് നിരന്നങ്ങ് കിടക്കുവാണ് ഈ പാലസ്. സോ ഫസ്റ്റ് സ്റ്റോപ്പ് ഈ ഒരു കടകളുടെ മുമ്പിൽ വണ്ടി നിർത്തും. എന്തിനാന്ന് വെച്ചാൽ വണ്ടിയുടെ കാറ്റ് കുറച്ച് കളയണം. സോ ഡെസേർട്ട് സഫാരിക്ക് പോകുന്നതിന് മുമ്പ് അവരിവിടെ നിർത്തി വണ്ടിയുടെ കാറ്റ് കുറച്ച് കളയും. പിന്നെ ഇവിടെ തന്നെ ഇങ്ങനത്തെ കുറേ ഷോപ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഡ്രസ്സസോ തലേക്കെട്ടോ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചാൽ മതി. എല്ലാവരും ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടിട്ട് ഇരിക്കണം ഫോർ ഡെസേർട്ട് സഫാരി. എല്ലാവരും നല്ല ത്രില്ലിലാണ് ഇരിക്കുന്നത്. സോ ഡാഡിയാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്, ഞങ്ങളെല്ലാം ബാക്കിലിരിക്കുവാണ്. സോ ഡ്രൈവർ എന്തോ ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. വണ്ടിയുടെ കാറ്റെല്ലാം അയച്ചു വിട്ടു. ഇനി നേരെ ഡെസേർട്ട് സഫാരിയിലേക്ക് സാൻഡ് ഡ്യൂൺ ബാഷിംഗ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇങ്ങനെയാണ് അവർ ഡെസേർട്ട് സഫാരി ചെയ്യുന്നത്. വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് സ്പീഡിൽ പോയി ഇങ്ങനെ താഴേക്കൊക്കെ പോയാണ് ഡെസേർട്ട് സഫാരി നടക്കുന്നത്. സോ വി വർ എൻജോയിങ് ഇറ്റ് എ ലോട്ട്. നല്ല സ്പീഡിലായിരുന്നു വണ്ടി പൊയ്ക്കൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു ഇങ്ങനെ കിടന്ന് കുലുങ്ങാൻ വണ്ടിക്കകത്ത്. നമുക്കായിട്ട് തന്നെ പയ്യനെ ഇവിടെ കൊണ്ട് വേണ്ടിയതാ മാസം അടിപൊളി. അതാ പഴയ പുള്ളി ഇങ്ങനെ ചരിച്ചിറങ്ങി ഓർമ്മയുണ്ടോ? ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനെ സാൻഡ് ഡ്യൂൺ ബാഷിങ് കഴിഞ്ഞിട്ട് അവരിങ്ങനെ നമ്മളെ ഡെസേർട്ടിൽ അങ്ങ് നിർത്തി തരും. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും ഡെസേർട്ടൊക്കെ ഇങ്ങനെ കാണാനും വ്യൂ ചെയ്യാനും വേണ്ടി. ഈ കണ്ടോ എന്ത് മനോഹരമാണ്. അപ്പോൾ ഡെസേർട്ട് സഫാരിക്ക് വരുമ്പോൾ നെക്സ്റ്റ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ക്വാഡ് ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞത്. അപ്പം നമ്മളെ ആദ്യം അവർ നല്ല ഹൈ റേറ്റ് ആയിരിക്കും പറയുന്നത്. ഞങ്ങളോട് 250 ദറംസ് ആയിരുന്നു പറഞ്ഞ്. ഞങ്ങൾ പറഞ്ഞ് അത് 150 ദറംസ് ആക്കി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ക്യാമ്പ് ഡെസേർട്ട് സഫാരിയുടെ യുണീക്ക് ഡെസേർട്ട് ടൂറിസം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ആയിരുന്നു. സോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ നല്ല വെൽ ഡെക്കറേറ്റഡ് ആയിരുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല നല്ല സ്പോട്ട്സ് ഉണ്ട് ഇഷ്ടം പോലെ. നല്ല ഭംഗിയായിരുന്നു, നല്ല നീറ്റായിരുന്നു, ക്ലീൻ ആയിരുന്നു. ഇതാണ് സ്റ്റേജ് ഡാൻസ് കളിക്കുന്നത്. സോ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയായിരുന്നു. ഇതാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം, ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബുഫേ സെർവ് ചെയ്യുന്ന സ്ഥലം, ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സാൻഡ് ബോർഡിൽ കൂടെ പോകുന്നത്. ഇതൊക്കെ ഫ്രീ ആണ്, ഇൻക്ലൂഡഡ് പാക്കേജാണ്. ഈവൻ ക്യാമൽ റൈഡും ഫ്രീ ആണ് നമുക്ക്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഹുക്ക വലിക്കാൻ പറ്റും. ഇതും പാക്കേജിലുള്ളതാണ്, ഫ്രീ ആണ് കംപ്ലീറ്റ്ലി. എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് നമുക്ക് ഹുക്ക വലിക്കാവുന്നതാണ്.
ഇതിലുണ്ടോ തണുത്ത മിണ്ടില്ലേ? പിന്നെ അടുത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ അറബിക് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു. അറബിക് ഡ്രസ്സ് ഇട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫുഡിലേക്ക് വരുമായിരുന്നു. സോ ഇതാണ് സ്റ്റാർട്ടറായിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചായ കാപ്പി അതുണ്ട്, അല്ലാതെ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് പെപ്സി, ഫാൻഡ, മൗണ്ടൻ ഡ്യൂ അതുണ്ട്. അല്ലാതെ സ്റ്റാർട്ടേഴ്സായിട്ട് സമൂസ ആൻഡ് ഉള്ളിവട ആയിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സായിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ട്, പാസ്ത ഉണ്ടായിരുന്നു, ചിക്കൻ കബാബ്സ് ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ഫിഷിൻ്റെ ഫില്ലറ്റ് ഫ്രൈ ഉണ്ടായിരുന്നു, ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം ഫുഡ് ഉണ്ടായിരുന്നു. മയണീസ് ഉണ്ട്, സാലഡ്സ് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, കസ്റ്റേർഡ് പുഡിംഗ് ഉണ്ടായിരുന്നു. സോ എല്ലാം ഞങ്ങൾ ഇഷ്ടം പോലെ വയറ് നിറച്ച് കഴിച്ചു.
അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഡെസേർട്ട് സഫാരി. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ഇതൊക്കെയായിരുന്നു ഡെസേർട്ട് സഫാരി പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. ഓക്കെ ദെൻ സീ യു ബൈ.